ഹായ്, ഗുഡ് മോർണിംഗ്. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാർച്ച് 26 വ്യാഴാഴ്ചയാണ്. ഇന്ന് ശ്രീരാം നവമിയോടനുബന്ധിച്ച് NSEയും BSEയും ക്ലോസ്ഡ് ആയിരിക്കും. ഇനി നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം പറഞ്ഞിരുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നലെ ആശ്വാസത്തിൻ്റെ വെളിച്ചം വിതറിയ 2 ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഇന്നലെയും വിപണി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും ഇത്തരത്തിൽ പോസിറ്റീവിലാണ് ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്യുന്നത്. യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ US ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നുണ്ട്, ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് തുടരുന്നു. ഇനി മരണസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറാനിൽ 1500 പേർ ഇതുവരെ മരണപ്പെട്ടു കഴിഞ്ഞു, ലെബണനിൽ 1072 പേർ, ഇസ്രായേലിൽ 18, USA 13, ഗൾഫ് 26 പേർ എന്നിങ്ങനെയാണ് മരണപ്പെട്ടവരുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,280 എന്ന നിലയിലാണ്. അതായത് 20 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഇനി ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.53% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 1.5% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം ബുധനാഴ്ച ഉയർന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് യുദ്ധം അവസാനിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇറാൻ പരിഗണിച്ചു എന്ന വാർത്തയും അതിനെ തുടർന്ന് എണ്ണവില വലിയ തോതിൽ തന്നെ ഇടിഞ്ഞതുമാണ് വിപണിയിൽ പ്രതീക്ഷ ഉയർത്തിയത്. S&P 500 0.54% നേട്ടമുണ്ടാക്കിയപ്പോൾ ഡൗ ജോൺസ് 0.66% ഉയർന്നു. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു, 0.77%. ഇറാൻ ഏതായാലും ഒരു തരത്തിലും വഴങ്ങിയിട്ടില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ലോകത്തിലെ ഏകദേശം 20% എണ്ണ കയറ്റുമതിയും ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് നടക്കുന്നത്. പ്രശ്നം ഇവിടെയും കൊണ്ട് തീർന്നില്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഇനിയും വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇന്നലെ S&P 500 നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഏകദേശം 2% നേട്ടമുണ്ടാക്കി. കൺസ്യൂമർ ഡിസ്ക്രിഷണറി 1.2% നേട്ടമുണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം HDFC ബാങ്ക് 2.75% നേട്ടമുണ്ടാക്കി. ICICI ബാങ്ക് 1% നേട്ടമുണ്ടാക്കിയപ്പോൾ ടെക് സൈഡിൽ ഇൻഫോസിസ് 0.69% ഉയർന്നു. വിപ്രോ 0.48% ഇടിവുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 3% നേട്ടവും ഉണ്ടാക്കി. ഇനി യൂറോപ്യൻ വിപണികൾ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 3 മാർക്കറ്റുകളും 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോഴും $100 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 2% നേട്ടമുണ്ടാക്കിയിരുന്നു. എന്നിരുന്നാലും ജനുവരിയിലെ ഹൈയിൽ നിന്ന് ഇപ്പോഴും ഏകദേശം 17% ഇടിവിലാണ് ഗോൾഡ് പ്രൈസുകളുള്ളത്. ഗോൾഡ്മാൻ സാച്ചസ് പോലുള്ള ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളുടെ അഭിപ്രായത്തിൽ സ്പോട്ട് ഗോൾഡ് $5,400 വരെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഗോൾഡ് ഇപ്പോൾ $4,500 ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയുള്ളത് എയർലൈൻസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. കേന്ദ്രമന്ത്രിസഭ ബുധനാഴ്ച പരിഷ്കരിച്ച ഉദാൻ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി. 28,840 കോടി രൂപയുടെ ഈ വലിയ പദ്ധതി രാജ്യത്ത് പ്രാദേശിക വിമാന ബന്ധവും അടിസ്ഥാന സൗകര്യങ്ങളും ശക്തിപ്പെടുത്തുന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. അതായത് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചാലഞ്ചിങ് മോഡ് വഴി 100 പുതിയ വിമാനത്താവളങ്ങൾ വികസിപ്പിക്കും. ഓരോ വിമാനത്താവളത്തിനും ഏകദേശം 100 കോടി രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തം 12,159 കോടി രൂപ സർക്കാർ സഹായം ഉണ്ടായിരിക്കും ഇതിൽ. ഈ പദ്ധതിയുടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 200 ആധുനിക ഹെലിപാഡുകൾ നിർമ്മിക്കും. അതിൻ്റെ ചെലവ് കണക്കാക്കുന്നത് 3,661 കോടി രൂപയാണ്. ഇതുകൂടാതെ സർക്കാർ 80 മുതൽ 90% വരെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് പിന്തുണ നൽകും. അതിന് മൊത്തമായി മാറ്റിവെച്ചിരിക്കുന്നത് 10,043 കോടി രൂപയാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തോതിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ സഹായം ഈ മേഖലയ്ക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കുറവാണ്. ഇത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ സബ്സിഡികളായിട്ടും കൂടാതെ ഗവൺമെൻറ് സഹായം കൂടുതലായിട്ടും ഇതിൽ ഈ ഉദാൻ 2.0 പോലുള്ള പദ്ധതികൾ ഗവൺമെൻറ് കൂടുതലായി വഹിക്കാനുള്ള കാരണമാകുന്നത്. ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഏവിയേഷൻ സെക്ടർ തന്നെയാണ് കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടറായിട്ട് കാണുന്നത്. അതിൽ തന്നെ ഇന്റർഗ്ലോബ് ഏവിയേഷൻ കൂടാതെ സ്പൈസ് ജെറ്റ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മേഖലകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സെക്ടറുകൾ ഇതാണ് സ്റ്റോക്കുകളായിട്ട് വരുന്നത്. ലാർസൻ ആൻഡ് ടൂബ്രോ, GMR എയർപോർട്ട്സ്,
IRB ഇൻഫ്ര ഡെവലപ്പേഴ്സ് തുടങ്ങിയ കമ്പനികളാണ്. എയർപോർട്ട് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള GMR എയർപോർട്ട്സ്, അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണിത്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടാതെ ഇവിടെ പറഞ്ഞ സ്റ്റോക്കുകളുടെ പേരും നിങ്ങൾക്ക് ഉള്ള ഒരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇവിടെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുക്കാറുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ആ റെക്കമെൻഡേഷനല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228.